ഹായ് വ്യൂവേഴ്സ്, അർജുൻ ട്രാവൽ പാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെറുതായിട്ടൊരു ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കാൻ വിചാരിച്ച് ഇന്നെനിക്ക് ഒരു കേക്കൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ ഇടിയപ്പം ഉണ്ടാക്കിയായിരുന്നു. ഇടിയപ്പവും പിന്നെ തലേന്ന് ദോശമാവ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് 2-3 ദോശയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇടിയപ്പവും ഉണ്ടാക്കി. സാമ്പാർ, അരി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്, ചോറായിട്ടുണ്ട്, ഊറ്റിയെടുക്കണം. പിന്നെ അവിയലും പയറ് തോരനും. സാമ്പാർ ഇന്നലത്തെ സാമ്പാറാണ്. ചോറായി, അവിയലായി, പയറ് തോരനായി. ഇനി നമുക്കൊരു കേക്ക് ഉണ്ടാക്കണം. കേക്ക് ഉണ്ടാക്കാനുള്ള പ്രത്യേകത, ഇന്ന് ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം അതിനൊരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മാങ്ങ ഇരിപ്പുണ്ട്. മാങ്ങ വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കിയാലോ എന്ന് ആലോചിക്കുന്നു. ശരിയാവുമെന്ന് അറിയത്തില്ല. ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോവാം. കേക്കിൻ്റെ ടിന്ന് കഴുകി വെച്ചിട്ടുണ്ട്, ഇരിക്കുന്നു, ഇരിപ്പുണ്ട്. ഇനി അരി ഊറ്റണം. കൂട്ടാനൊക്കെ ആയിട്ടുണ്ട്. മീനൊന്നും വാങ്ങിച്ചില്ല. ഇന്ന് 2 ദിവസം കൊണ്ട് ഇറച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കേക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് മൈദ എടുത്ത് 2 മുട്ട എടുത്ത് പിന്നെ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ബേക്കിംഗ് പൗഡർ നമ്മൾ കഴിഞ്ഞ ലീവിന് വന്നപ്പോൾ വാങ്ങിച്ചത് ഇരിപ്പുണ്ട്. അപ്പം അങ്ങനെ സാധനങ്ങളെല്ലാം പറക്കി വെച്ചിട്ടുണ്ട് കേക്ക് ഉണ്ടാക്കാനായിട്ട്. ഇനി നമുക്ക് മാങ്ങയൊന്ന് ചെത്തിയെടുക്കണം. അത് നമുക്ക് ജ്യൂസ് ആക്കി എടുക്കണം, പൾപ്പാക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് കേക്കിൻ്റെ മിക്സിൻ്റെ കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് അങ്കിത്താണെങ്കിൽ നമ്മുടെ ഒരു ലോഡ് സാധനം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് പ്രസ്റ്റീജിൻ്റെ ഒരു ഇതാണ്, പ്രസ്റ്റീജിൻ്റെയാണ്. നമുക്ക് ഇതാണെങ്കിൽ ട്രെൻഡ്സിൽ നിന്ന് കിട്ടിയതാണ്. ട്രെൻഡ്സിൽ നിന്ന് തുണി എടുക്കുമ്പം ഓഫറുണ്ടല്ലോ, അങ്ങനെ ഓഫറിന് കിട്ടിയതായിരുന്നു ഇത്. നമ്മൾ ഉപയോഗിക്കാതെ വീട്ടിൽ വെച്ചേക്കുമായിരുന്നു. ഇപ്പം എല്ലാം ഷെയ്ഡൊക്കെ ഒന്ന് ഒതുക്കി പറക്കിയപ്പോഴാണ് ഈ സാധനമൊക്കെ കിട്ടിയത്. ഇപ്പം മറന്നുപോയിരിക്കുന്ന സാധനങ്ങളായിരുന്നു. കഴിഞ്ഞ ലീവിന് വന്നപ്പോഴും ഓർത്തില്ലായിരുന്നു അതിൻ്റെ കാര്യം. ഇതൊക്കെ നേരത്തെ കിട്ടിയതായിരുന്നു. അപ്പം ഇതാണ് സംഭവം. ഇതിനകത്ത് നമുക്ക് ചോപ്പറുണ്ട്, ബീറ്ററുണ്ട്, ജ്യൂസറുണ്ട്. അത് 3 നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ജ്യൂസ് അടിക്കാനുള്ള ഒരു അതാണ്. പിന്നെ അങ്കിത്താണ് ഇതിൻ്റെ എല്ലാം ഓപ്പറേറ്റർ. ഇത് നമുക്ക് ചോപ്പറായിട്ട് യൂസ് ചെയ്യാം. ഉള്ളി അരിയാനും അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റും. പച്ചക്കറി അരിയാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഇപ്പോഴാണ് കവർ പൊട്ടിച്ച് എടുത്തുകൊണ്ട് വരുന്നത്. അങ്ങനെ അങ്കിത്തെല്ലാം എടുത്ത് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ഇതിനകത്ത് ജ്യൂസ് അടിച്ചിട്ടുണ്ട്, മാങ്ങയുടെ ജ്യൂസ് അടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ബീറ്ററായിട്ട് യൂസ് ചെയ്യാം. എല്ലാത്തിനും മെഷീനൊന്നും അത് മാറ്റി ഇട്ട് കൊടുത്താൽ മാത്രം മതി. അങ്ങനെ നമ്മൾ മാങ്ങയെല്ലാം പീസാക്കി വെച്ച് അങ്കിത്താണെങ്കിൽ അതിനെ ഇപ്പം ജ്യൂസാക്കി തരും, പൾപ്പാക്കി തരും. പിന്നെ ഇതിനകത്ത് ബീറ്ററിനകത്ത് മാത്രം നമുക്ക് മുട്ട ബീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതങ്ങോട്ട് ശരിക്ക് അതിൻ്റെ നട്ടിൻ്റെ എന്തോ ഒരു കുഴപ്പമായിരുന്നു തോന്നുന്നത്. ലൂസായിട്ടിരിക്കുന്ന കാരണം നല്ലതായിട്ട് ബീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മുടെ കേക്കും കുറച്ച് ഫ്ലോപ്പായിപ്പോയി. എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്കിത്ത് മാങ്ങ ഇങ്ങനെ ജ്യൂസാക്കി തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് പഞ്ചസാരയും കൂടെ മിക്സിക്കകത്ത് അടിച്ചെടുക്കണമായിരുന്നു. അങ്ങനെ പഞ്ചസാരയും മിക്സിക്കകത്ത് അടിച്ചെടുത്തു. മുട്ടയും ബീറ്റ് ചെയ്തു. എല്ലാം എടുത്ത് ശരിയാക്കി വെച്ചു. മാംഗോ പൾപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മുട്ട നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര ഇങ്ങനത്തെ ബ്ലോക്ക് തന്നെ. അതും കറങ്ങും. യെസ്, ഇനി മുട്ട അടിക്കും. മുട്ട
മുട്ട ബീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പൊട്ടിച്ചിട്ടു, പക്ഷേ അത് വർക്കാവുന്നില്ല. ബീറ്റർ ശരിക്കും വർക്കാവുന്നില്ല. അത് ആദ്യം 2 പ്രാവശ്യം കറങ്ങി, പിന്നെ അത് ലൂസായിട്ട് കിടക്കുക, അങ്ങോട്ട് ശരിയാവുന്നില്ലായിരുന്നു. അതുകൊണ്ട് മുട്ട നമുക്ക് നല്ല പ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റിയില്ല. പിന്നെ ജസ്റ്റ് ഒന്ന് കലങ്ങിയത് മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ നമ്മൾ അതിനകത്ത് തന്നെ ഇട്ടങ്ങ് പൊടിയെല്ലാം കൂടെ കലക്കിയെടുത്ത്. എനിക്കറിയായിരുന്നു കേക്ക് നന്നായിട്ട് പൊങ്ങി വരത്തില്ലായിരിക്കും എന്ന് ഒരു ബോധം ഉണ്ടായിരുന്നു. എന്നാലും പിന്നെ എങ്ങനെയെങ്കിലും ആവട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ ശരിയാക്കിയെടുത്ത് മുട്ടയും കൂടെ ബീറ്റ് ചെയ്ത്, പിന്നെ നമ്മൾ പൊടിയെല്ലാം കൂടെ ഇട്ട് കലക്കി, പിന്നെ കരണ്ടി നൂരിയിട്ടല്ലാതെ തന്നെ ആ ബീറ്റർ വെച്ച് നമ്മൾ കലക്കിക്കൊണ്ടിരുന്നു. മിക്സിക്കകത്തിട്ട് അടിച്ചാലും മതിയായിരുന്നു കുറച്ചും കൂടെ, എന്നാലും അത്രയും പെർഫെക്ഷൻ വരത്തില്ല. എന്നാലും പിന്നെ നമ്മൾ അതിനകത്ത് തന്നെ മറ്റേ മൈദയും ബേക്കിംഗ് പൗഡറും വാനില എസൻസും എല്ലാം കൂടെ ഇട്ട് ഇളക്കിയിട്ട്, പിന്നെ ഈ മാങ്കോയുടെ പൾപ്പും കൂടെ ഇട്ട് ഇളക്കി നമ്മൾ ബേക്ക് ചെയ്തെടുത്തിയത്. ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ അത്ര പൊങ്ങി അങ്ങോട്ട് വന്നില്ല. മാംഗോ ബാർ പോലെയൊക്കെ ഇരിക്കുമായിരുന്നു. ശരിക്കും കേക്കായിട്ട് അങ്ങോട്ട് പൊങ്ങി വന്നില്ലായിരുന്നു, പക്ഷേ ടേസ്റ്റ് നല്ലതായിരുന്നു. അങ്ങനെ മാംഗോ പൾപ്പും നമ്മൾ ഒഴിച്ചു, അതും ഇട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടും ബാറ്റർ നല്ല ടൈറ്റായിട്ട് ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് പിന്നെ കുറച്ച് പാലും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് ആണ് നമ്മൾ ലൂസ് കൺസിസ്റ്റൻസി ആക്കി എടുത്തത്. അപ്പോൾ പാലെടുത്തുകൊണ്ട് വന്ന് എൻ്റെ തണുപ്പ് കൊണ്ടുവന്നിട്ട് എൻ്റെ ചെള്ളയ്ക്ക് കൊണ്ട് വെക്കുക, കൈ തണുത്തിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ അന്നേരം സൈഡിൽ കൂടെ കൊണ്ട് അമ്മ ഇവിടെ മാങ്ങ അരിഞ്ഞു കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉപ്പും മുളക് പൊടി ഇട്ട് കഴിക്കും. അത് മാങ്ങ സീസൺ ആയിരുന്നല്ലോ, ഇഷ്ടം പോലെ മാങ്ങ കഴിച്ച് ഈ വർഷം എന്തായാലും. അങ്ങനെ മാങ്ങയെ അരിഞ്ഞു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ടിന്നിനകത്തോട്ട് കുറച്ച് എണ്ണയൊക്കെ തൂവി കുറച്ച് മൈദ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഒഴിക്കാം, ബാറ്റർ ഒഴിക്കാം. കേക്കിൻ്റെ ബാറ്റർ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. Take 200 milliliters of milk, add 1 tablespoon, 15 gram of baker's maize and beat it well with the mixer. Add extra sugar if your taste is required. Transfer the contents into glass and add ice cube. പാലിനകത്ത് വെച്ച് മിക്സ് ചെയ്താൽ മാത്രം മതിയോ? പാലിനകത്ത് ആദ്യം 200 milliliter വെള്ളം വേണം. പിന്നെ 15 grams അല്ലെങ്കിൽ 1 tablespoon ഇത് വേണം മിൽക്ക് ഷേക്ക് മിക്സ് പൗഡർ. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് മിൽക്ക് ഷേക്ക് വെള്ളം പാലിട്ട് കഴിഞ്ഞിട്ട് മിക്സറിനകത്ത് നല്ലോണം മിക്സ് ചെയ്യണം. കേക്ക് ഈസ് ഫ്ലോപ്ഡ്. മാംഗോ കേക്കാ, പക്ഷെ മുട്ട ബീറ്റ് ചെയ്യാൻ ശരിയായാത്തോണ്ട് കേക്ക് അങ്ങോട്ട് പൊങ്ങി വന്നില്ല. ബീറ്റർ ഇത് കറങ്ങുന്നില്ല അതിനകത്തിട്ടപ്പം. ഈ സാധനം ലൂസായിട്ട് പോകണം. ഇത് ഭയങ്കര മഴ പെയ്യുന്ന ചോറ് കഴിക്കാൻ പോവാ. കൊള്ളാമോ ഉണ്ടോ എനിക്ക് അറിയത്തില്ല. അങ്ങനെ നമ്മുടെ മാംഗോ കേക്ക് ഇവിടെ റെഡിയാക്കി വന്നിട്ടുണ്ട്. കേക്കെന്നൊന്നും പറയാൻ പറ്റത്തില്ല, മാംഗോ ബാർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ അങ്കിത്ത് തന്നെ ആദ്യം കത്തിയെടുത്ത് മുറിച്ച്, അവനല്ലേ കൂടുതൽ ഹെൽപ്പ് ചെയ്തത്, അപ്പോൾ അവൻ തന്നെ അങ്ങ് മുറിച്ച് അവൻ തന്നെ അങ്ങ് തിന്നു. ബർത്ത്ഡേക്കാരനൊക്കെ അവിടെ സൈഡിൽ ഇരിപ്പുണ്ട്. ബർത്ത്ഡേ എന്നാൽ ജസ്റ്റ് അങ്ങനെ നമുക്ക് സെലിബ്രേഷൻ ഒന്നും ഇല്ല, എന്നാലും ചുമ്മാതെ രസം. അങ്ങനെ പിന്നെ അങ്കിത്ത് മുറിച്ച് അങ്കിത്ത് തന്നെ കഴിച്ച് എല്ലാവർക്കും കുറേശ്ശൊക്കെ കൊടുത്തു. പിന്നെ അച്ഛൻ തന്നെ ബാക്കി എല്ലാവർക്കും മുറിച്ച് തന്ന്. അമ്മയ്ക്ക് കൊടുത്തില്ല, അമ്മക്ക് കൊടുത്ത് തന്നെ വഴക്ക് പറയും, എന്തോ ആടിയെന്ന് പറഞ്ഞോട്ട്. തന്നെയല്ല മഴയായിരുന്നു, അങ്ങോട്ട് കയറി പോയതും ഇല്ല. പിന്നെ അവർ തന്നെ തിന്ന് തീർത്തത്.
കേക്ക് ഒന്നും പറയാൻ പറ്റത്തില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. മാങ്ങയുടെ മധുരമൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങ് ഇറങ്ങിപ്പോയി എല്ലാവർക്കും. മാംഗോ ബാർ പോലെ കാണാൻ ലുക്കിലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കഴിച്ച് ഇപ്പം അന്നേരം വൈകുന്നേരം അമ്മയ്ക്ക് വീട്ടിലോട്ട് പോകണമെന്ന് പറഞ്ഞായിരുന്നു, കുളക്കടയിൽ പോകണമെന്ന് പറഞ്ഞായിരുന്നു അവിടെ മരുന്നൊക്കെ എടുക്കാൻ. അങ്ങനെ വൈകുന്നേരം പിന്നെ നമ്മൾ വീട്ടിൽ പോയി, കുളക്കടയ്ക്ക് പോകാൻ പോയി. അപ്പോൾ നല്ല മഴയായിരുന്നു. നമ്മൾ ഏനാത്ത് വഴിയായിരുന്നു പോയത്. ഏനാത്ത് കളമല്ല പള്ളി എന്ന് പറയുന്ന പള്ളിയാണിത്. ഇല്ല, ചന്ദനക്കുടം ഒക്കെ നടത്തുന്ന ആ പള്ളിയാണിത്. അങ്ങനെ നമ്മൾ ഏനാത്തു നിന്ന് കുളക്കട എത്തിയപ്പം 2 പേരെ കണ്ട്, 2 3 4 പേരെ കണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടിൽ വന്ന ബീവി ജാനൊക്കെ സർപ്രൈസായിട്ട് കണ്ടതാണ്, പ്രതീക്ഷിക്കാതെ കണ്ടത്. അപ്പം അവർ എങ്ങോട്ട് പോയിട്ട് വരുമായിരുന്നു. അപ്പം നമ്മൾ ചായ കുടിക്കാൻ നിർത്തിയപ്പോൾ അവരുടെ വണ്ടി അവിടെ നിർത്തിയിട്ടേക്കുന്നത്. അങ്ങനെ പിന്നെ ഒരുമിച്ച് വിളിച്ചുകൊണ്ട് വന്ന് നമ്മളെല്ലാവരും കൂടെ ചായയൊക്കെ കുടിച്ച് ഏത്തക്കാപ്പമൊക്കെ കഴിച്ചു. അമ്മോ എല്ലാവർക്കും ടാറ്റ. ഇത് പുതിയതാ, ഫീലിങ്സ് ഉണ്ട്. അങ്ങനെ നമ്മൾ ചായയും പഴംപൊരിയൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി കുളക്കടയാണല്ലോ, കുളക്കട എത്തിയപ്പോൾ അവരുടെ ചേട്ടൻ്റെ കട അവിടെ ഉണ്ട്, ആ കുളക്കട ജംഗ്ഷനിൽ. അന്നേരം അവിടെ കൂടെ കയറിയിട്ട് പോകാമെന്നും പറഞ്ഞ് അവർ നമ്മുടെ കൂട്ടത്തിൽ അങ്ങോട്ട് വന്ന് അവിടെ കടയിൽ കയറിയിട്ട് പോകാമെന്ന്. അവിടെ ചെന്നപ്പോൾ കടയെല്ലാം അടച്ചിട്ടേക്കുന്നു, അവിടെ ആരും ഇല്ല. അവർ ഗുരുവായൂർ പോയേക്കുമായിരുന്നു. അന്നേരം പിന്നെ അവരവിടെ ഇട്ട് വണ്ടി തിരിച്ചിട്ട് അവരങ്ങ് പോയി. അന്നേരം പിന്നെ അവിടെ തന്നെ ഇട്ട് വണ്ടി തിരിച്ച് അവർ പോയി. നമ്മൾ വീട്ടിലോട്ടും പോയി. വീട്ടിൽ ചെന്നപ്പോഴും പിന്നെ അവിടെ ആളില്ലായിരുന്നല്ലോ, നമ്മൾ വിളിക്കാതെ പോയത്. എന്നിട്ട് അവിടെ ചെന്നിട്ട് പിന്നെ ചക്കയൊക്കെ അടത്തിക്കൊണ്ട് നമ്മൾ ഇങ്ങ് പോരുന്നു. രാത്രി ചക്ക അടത്തി കാറിനകത്ത് വിട്ടുകൊണ്ട് പോരുന്നു. പിന്നെ തിരിച്ചിങ്ങോട്ട് വന്നപ്പം ഇവിടെ കുന്നുംപുറത്ത് അമ്പലത്തിൽ സപ്താഹം നടക്കുന്നത്. തിരുവമീൻ കുന്നത്ത് ദേവീക്ഷേത്രമാണ് വീടിൻ്റെ അടുത്തുള്ള അമ്പലം. അപ്പം അവിടെ ആണെങ്കിൽ സപ്താഹം നടത്തുന്ന സപ്താഹം ഇപ്പോഴ് ജനുവരിയിലാണ് അവിടുത്തെ ഉത്സവം വരുന്നത്. അപ്പം നമ്മളെങ്ങനെ അത് കേട്ടോണ്ട് അങ്ങോട്ട് പ്രാധാന്യത്തോടെ നിർവഹിക്കപ്പെടുന്ന ഒന്നാണ് കൊച്ചുകുട്ടികളില് കൃഷ്ണ ചൈതന്യത്തെ ദർശിച്ചുകൊണ്ട് അവരെയൊക്കെ കൃഷ്ണനായും ദേവിയായും സങ്കല്പിച്ച് യജ്ഞദേവി. അങ്ങനെ പിന്നെ പോയത് നമ്മൾ കൊച്ചച്ഛൻ്റെ വീട്ടിലോട്ടായിരുന്നു, ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ വീട്ടിലോട്ടായിരുന്നു പോയത്. അത് കുറച്ചടുത്ത് തന്നെയായിരുന്നു. അപ്പം അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോരാന്ന് വെച്ചിട്ട് ഇവരുടെ കല്യാണത്തിൻ്റെ വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മെയ്യിലായിരുന്നു കല്യാണം. അപ്പോൾ ഇവരാണെങ്കിൽ ആന്ധ്രയിൽ മ്യൂസിക് ടീച്ചറായിരുന്നു. ഇപ്പോൾ എല്ലാം ജോലി റിസൈൻ ചെയ്തിട്ട് നാട്ടിൽ ഇന്നാണ് തിരിച്ചു വന്നത്. അപ്പോൾ അവിടുന്ന് കൊണ്ടുവന്ന മാങ്ങയാണെന്നും പറഞ്ഞ് എനിക്ക് കുറച്ച് മാങ്ങയൊക്കെ തന്നു. പിന്നെ അവിടെ ഇഷ്ടംപോലെ മുല്ലപ്പൂ ഉണ്ടായിരുന്നു, അപ്പോൾ പൂവൊക്കെ കെട്ടി വെച്ചതൊക്കെ കുറച്ച് തന്ന്. അങ്ങനെ നമ്മൾ കാര്യമൊക്കെ പറഞ്ഞ് അവിടുന്ന് പിന്നെ നമ്മൾ ഏനാത്ത് വഴി പട്ടാഴി വഴിയാണ് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ അവിടുന്ന് നമുക്ക് കുളക്കടയിൽ നിന്ന് ഇപ്പം മണ്ണടിയിലോട്ട് പോകാനൊരു പുതിയ പാലം പണിഞ്ഞിട്ടുണ്ട്, ചെട്ടിയാരഴിയത്ത് പാലം എന്ന് പറയും. അപ്പോൾ ആ പാലം വഴി നമുക്ക് പെട്ടെന്ന് മണ്ണടിയിലെത്താൻ പറ്റും. പിന്നെ മണ്ണടിയിൽ നിന്ന് ഏനാത്ത് നിന്ന് പട്ടാഴി വഴി പട്ടാഴി വഴി പിന്നെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീട്ടിലോട്ട് പോരാൻ പറ്റും.
അങ്ങനെ നമ്മൾ ഏനാത്തെത്തിയപ്പോൾ അവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് അവിടെ മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് മരുന്ന് വാങ്ങിക്കുന്നത്. അന്നേരം അവിടെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ പിന്നെ തിരിച്ച് പട്ടാഴി വഴി പോയി. പട്ടാഴി രാത്രി ആയപ്പോഴത്തേക്ക് കടകളൊക്കെ അടച്ചു തുടങ്ങിയായിരുന്നു, 10 മണി ആവാറായായിരുന്നു. അങ്ങനെ നമ്മൾ തട്ടുകട കാണും, നമുക്ക് തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിക്കാനായിരുന്നു പ്ലാൻ ഇട്ടത് ആദ്യം. പക്ഷേ കടകളൊന്നും കിട്ടിയില്ല. പിന്നെ നമ്മൾ പട്ടാഴി അമ്പലം കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഒരു കട തുറന്ന് വെച്ചിരിക്കുന്നുണ്ട്. അവിടെ കയറിയപ്പോൾ ലൈവായിട്ട് അടിക്കുന്ന പൊറോട്ടയൊക്കെ കഴിഞ്ഞിരുന്നു. പിന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറച്ചുണ്ടെന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ അവിടെ കയറി ദോശയും ഞാനും അമ്മയും ദോശ കഴിച്ച്, അവർ 3 പൊറോട്ടയും കഴിച്ചിട്ടും പോരുന്നു. അപ്പം നമ്മുടെ ഒരു ദിവസത്തെ വീഡിയോ ഇതൊക്കെയായിരുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇത് എന്ന് പറയുന്നത് മെയ്യിലെ വീഡിയോ ആണ്, മെയ് 25-ാം തീയതിയിലത്തെ വീഡിയോ ആണ്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ഹൈപ്പും കൂടെ തരിക. അപ്പം വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.